ഓക്കെ, മാച്ച് സെക്കൻഡ് മാച്ചാണ്. ഗ്രൂപ്പ് സി വേഴ്സസ് ഡി. സ്റ്റാർട്ടായി ഇവൻ്റ് എന്തായാലും. അയ്യോ, ഇനി പോയി നേരത്തെ തന്നെ ഇട്ട് പോയിട്ട് ആൾക്കാരൊന്നും അടികൊണ്ടിരിക്കുന്നു. അപ്പോൾ ആൾക്കാരിൻ്റെ പ്ലെയിനിൽ കയറിപ്പോയി. ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ 23 ടീം കയറിയിട്ടുണ്ട്. ആക്ച്വലി 24 ടീം ടോട്ടൽ ഉള്ളത്. അതിൽ 23 ടീം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാവരും KL00 രണ്ടാൾക്കാരുള്ളൂ, NTX രണ്ടാൾക്കാരുള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട്. അത്യാവശ്യം 83 ആൾക്കാർ കളിക്കുന്നുണ്ട് ഈ റൗണ്ടിൽ. അത് നൈസ്. IGX ഉണ്ട്, KD ഉണ്ട്, KL00 ഉണ്ട്, KLPD, മാസ്, NTX, OD, ONI, PLD, PRX, REDX, S7, SOM, TGA, ടോക്കിയോ, WS. ഇതാണ് മൊത്തം കളിക്കുന്ന ടീംസ്. എൻ്റെ പൊന്നെ, എന്തോ ഇത്. ആക്ച്വലി ഫൈനലിലോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ദിവസം ഉണ്ട് സെമി ഫൈനൽ. ആ 3 ദിവസത്തിൽ നിന്നും എല്ലാ റൗണ്ടും ഇപ്പോൾ ഗ്രൂപ്പ് എ വേഴ്സസ് ബി എന്ന് കളിച്ചില്ല. ഇനിയിപ്പോൾ നാളെ ഗ്രൂപ്പ് എ വേഴ്സസ് സി ഉണ്ടാവും, മറ്റന്നാൾ ഗ്രൂപ്പ് എ വേഴ്സസ് ഡി ഉണ്ടാവും. അങ്ങനെ എല്ലാ ഗ്രൂപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് എല്ലാ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 6 ഉള്ള ഗ്യാങ്സിനെ എടുത്തിട്ട് ഫൈനലിലോട്ട് ഇടും. ഫൈനലും 2 ദിവസം ഉണ്ടാവും എന്നാണ് അറിഞ്ഞത്. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ ഗ്രൂപ്പിൽ നിന്നും 6 ആൾക്കാർ വെച്ചിട്ട് ഇനി 2 ഗ്രൂപ്പാവില്ലേ? ഒരു ദിവസമാണോ 2 ദിവസമാണോ എന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ പരിപാടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ എല്ലാവരും ചാടിയിട്ടുണ്ട്. ഇനി പ്ലേറ്റിൽ ആരുള്ളത്? ഒനി ഉണ്ട്. ബാക്കി എല്ലാ ടീമും ചാടി. കേട്ടോ, കിയോ പോകുന്നുണ്ട്. എൻ്റെ ഇതിൻ്റെ ശേഷം കാണാം. ലൈവ് കാണുന്നവരൊക്കെ ഒരു ഏതാ ടീം എന്ന് വെച്ചാലേ എന്തെങ്കിലും ഒരു ചാറ്റ് ഇടുന്നുണ്ട്. ചാറ്റ് ഇടുക കേട്ടാ. കാരണം ഒരു 250 ആൾക്കാരെ കൊണ്ട് ചാറ്റ് ഇടിപ്പിക്കാണ്ടേ. അതുകൊണ്ട് എല്ലാവരും ചാറ്റ് ഇട്ടിട്ട് കാണുക. ഇപ്പോൾ ഇവരൊക്കെ ലാൻഡ് ചെയ്താ ഇറങ്ങി അടിച്ച എന്താന്ന് അറിഞ്ഞൂടാ. പാരഷൂട്ടിലാണോ? ഓക്കെ, S7 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. S7ൻ്റെ ഒപ്പം തന്നെ ജെൻഎക്സ്. പക്ഷെ ജെൻഎക്സ് ഇറങ്ങുന്നില്ല. അടിക്കുന്നുണ്ടല്ലോ, ലൂട്ടുന്നുണ്ട് ഇവിടെ. വണ്ടി കയറി പോവോ? ജെൻഎക്സ് വേഴ്സസ് S7 ഫസ്റ്റ് എന്നോട് അടിയാവാൻ ചാൻസ് കാണുന്നുണ്ട്. വേറെ സ്ഥലത്ത് ഇങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഇത് അടിക്കാനുള്ള പോക്ക് തന്നെയെന്ന് തോന്നുന്നു ഇവിടെ. S7ഉം ജെൻഎക്സും. അല്ലെങ്കിൽ ഇനി ഇറങ്ങിയത് അറിഞ്ഞില്ലേ എന്താണെന്ന് അറിഞ്ഞൂടാ. S7 എന്തായാലും ഒരുമിച്ച് കയറുന്നുണ്ട്. അടിക്കാൻ തന്നെ പരിപാടിയെന്ന് തോന്നുന്നു. ഓക്കെ, ജെൻഎക്സ് റിന്നിനെ കണ്ടിട്ടുണ്ട്. അവിടെ ടോക്കിയോത്ത് ഒരാളെ SOM അടിച്ചിട്ടുണ്ട്. ടോക്കിയോ ടോണി ഫിനിഷായി. പുള്ളിയാണ് ഫസ്റ്റത്തെ ഡൗൺ ആയിരിക്കുന്നത്. പുള്ളി നിന്നടിയുള്ളൂ റിന്ന്. അയ്യോ, 1 HP. ഒരാൾ ഡൗണായി ഇവിടെ. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഡൗൺ ആവും. ഓ അയ്യോ, അവൻ വണ്ടി എടുത്ത് പോകാൻ നോക്കിയാണ് ഡൗൺ ആയിട്ടുണ്ട്. ജെനക്സ് റിന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇനി ഒരാൾ വേറെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. റിന്നും കൂടെ ഡൗൺ ആവുകയാണെങ്കിൽ ജെനക്സ് വൈപ്പ് ആവും. ഓക്കെ, പുള്ളി വണ്ടി എടുത്ത് പോവാണ്. 1 HP ബട്ട് പുള്ളി ലീവ് ആവുന്ന തന്നെ ബെറ്റർ, ഇല്ലെങ്കിൽ പണിയാവും. യാക്കി ഹൈ, ടോം ഗെയിമിംഗ് ഹലോ. SOM ഉണ്ട് ഇവിടെ. അവർ അപ്പുറത്തപ്പുറത്താൻ പറ്റില്ല. വലിയ സീൻ വരാൻ ചാൻസ് കുറവാണ്. ഇവിടെ ആക്ച്വലി ടോക്കിയോ വേഴ്സസ് SOM അടി വരാൻ ചാൻസ് ഉണ്ട്. ഒരാൾ 1 HP. ഓടിയുണ്ട് ഇവിടെ. തൊട്ടപ്പുറത്തായിട്ട് ESB ഉണ്ട്. ESB അവരും അടിയാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്.
റെഡ് എക്സ് ഇവിടെ ഏതെങ്കിലും ഒരു ടീം റെഡ് എക്സ് ഉണ്ടാവല്ലോ. റെഡ് എക്സിന്റെ സ്ഥിരം ലൂട്ടിങ് ഏരിയ ആണിത്. ജെനെക്സിത്തെ ഒരാള് ഓക്കെ റീകോൾ ചെയ്യാൻ പോയി. ജെനെക്സ് 2 പേരുള്ളൂ, ഒരാൾ കത്തിപ്പോയി തോന്നുന്നു. അല്ല 3 പേരുണ്ട്. ബട്ട് എന്തോ അവിടെ ഒരാളെ കാണിക്കുന്നുള്ളൂ. അല്ലേ പുള്ളി ഞാനോ പുഷ് ചെയ്ത് അങ്ങോട്ട്. എന്താ പോണേ? ഓ ഇത് പാരഷൂട്ടിൽ ഇറങ്ങി വെച്ച് ഞാൻ എന്താ ഡ്രോണാന്ന് വെച്ചിട്ട്. ഓ ടോക്കിയോ ടോണിനോട് എല്ലാവരും അടിച്ചായിരുന്നു. അപ്പോൾ ഒരു അടിയായി. നേരത്തെ അടിച്ചത് ഇവിടെ തന്നെ ഇരുന്നു. ആളുണ്ടെന്നുള്ളത് അപ്പം അറിയാം. നമുക്ക് ആർമർ കുറവുണ്ടല്ലോ, ഒരു ആർമർ കൊടുക്കാൻ പറ്റില്ലേ? അവിടെ റീകോൾ ചെയ്യുന്നു. കണ്ടാ കണ്ട് ഇവിടെ പുള്ളിക്ക് റീകോൾ ചെയ്യണതിനെ പറ്റി വലിയ ധാരണ ഇല്ല. അതാണ് സ്റ്റിക്കായി തന്നിരുന്നതാണ്. എങ്ങനെ ഓക്കെ ESB അല്ലല്ലോ അത്, അവരങ്ങോട്ട് കയറിയോ S7 അടുത്തോട്ട്? അടിയായി. S7 വേഴ്സസ് ESB. ഓക്കെ S7 ബീറ്റ് ഡൗൺ. അടുത്ത S7 താഴെ ഡൗൺ ആയി. ഓ ESB മാർക്കോ ഡൗൺ. ടു ആണിപ്പോൾ. ESB നോക്സ് 1v2. ESB വേറെ ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. ടോക്കിയോടെ SOMത്ത് ഒരാളടിച്ചു, അതവിടെ. ഒറ്റക്ക് പെട്ടോ. SOMത്ത് രണ്ടാമത്തെ ആൾ ഡൗൺ ആയി. ഓക്കെ ESB 3 ആൾക്കാരോട് നോക്കായിട്ടുണ്ട്. ഒരാളപ്പോൾ വേറെ എവിടെയാണ്. അവനതിൻ്റെ അടുത്ത് കൂടെ റീകോളും ചെയ്താ. അയ്യോ ഡൗണായി. GTR കൊമ്പൻ. GTR ഇങ്ങോട്ട് പുഷ് ചെയ്ത്. ടോക്കിയോയിൽ ആക്ച്വലി ഒരാളിപ്പോൾ ഓൾറെഡി ഡൗൺ ആണ്. ഒരു 3 പേരും കൂടി ഡൗൺ ആവുകയാണെങ്കിൽ ടോക്കിയോ വൈപ്പാവും. ടോക്കിയോ നൈസായിട്ട് വളയുന്നുണ്ട് വരെ. ടോക്കിയോ അല്ല GTR.
ഇത് ഒരേ യൂണിഫോം ആണോ? അല്ല. റൈഡ് കിട്ടുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആള് വരുന്നുള്ളത്. എല്ലാവരും നൈസായിട്ട് ബാക്ക് ഇറങ്ങി. GTR അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ജെൻഎക്സ് റിന്നിനോട് അടിച്ചിട്ട് അതിൻ്റെ ഇടക്ക് CMO IGX വടിയായ എൻ്റെ എന്തായാലും ഇത് നോക്കാം. ഇത് കേട്ടെ CMOയുടെ IGX കുറേ ആൾക്കാർ ഡൗൺ ആക്കി. ഈ ടോക്കിയോ മാക്സിമം ടീം പിടിച്ച്. ഓക്കെ, കൊമ്പനൊരു പിക്ക് എടുത്ത് രണ്ടാമത്തെ പിക്ക് എടുത്ത് ടോക്കിയോ വൈപ്പായി. രണ്ടുപേരെ ടോക്കിയോ ഉണ്ടായിരുന്നുള്ളൂ. ടോക്കിയോനെ GTR വൈപ്പാക്കിയിട്ടുണ്ട്. എയർ ഡ്രോപ്പ് എങ്ങനെ കാണും? മാപ്പിൽ കാണോ എയർ ഡ്രോപ്പ്? ആ ഓക്കെ, മാപ്പിൽ എയർ ഡ്രോപ്പ് കാണുന്നുണ്ട്. മുകളിൽ നിന്ന് വരുമോ? എങ്ങനെ അതിൻ്റെ പരിപാടി? മാപ്പിൽ എയർ ഡ്രോപ്പുള്ള ആർക്കും അങ്ങനെ ഐഡിയ ഇല്ല പറഞ്ഞിട്ടുണ്ട്. അതെവിടെയല്ലോ ഇവിടെ DCN വേഴ്സസ് SOM ഒരാളുള്ളല്ലോ. ഡൗൺ ആയി. SOM ബ്ലിറ്റ്സ്. ബാക്കിയുള്ളൊരു വേറെ എവിടെയോ ആണ്. കുറേ അടി മിസ്സായി പോയതിൽ ഒരുമിച്ച് ഇടയായതുകൊണ്ട്. എട്ട് ജോറോ എന്തൊരു ബൾബാണ് എന്നാലും. ഓ അങ്ങനെ. ഡ്രോപ്പ് എടുക്കാൻ ആരും പോകുന്നില്ല. ഡ്രോപ്പിൽ എന്താ ഉണ്ടാവുക? ഡ്രോപ്പ് വേറെ സ്ഥലത്ത് വന്ന ഡ്രോപ്പ്. ഈ ഡ്രോപ്പിന്റെ സെറ്റപ്പ് എങ്ങനെയാ? എയർ ഡ്രോപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ബട്ട് അതിന്റെ പരിപാടി എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ചേസ് PGA വേഴ്സസ് WS. രണ്ടുപേരെ കാണുന്നുള്ളൂ. പിന്നാലെ വെച്ചുപിടിക്കുന്നുണ്ട്. ടോക്കിയോ മാത്രമാണ് ഇപ്പോൾ വൈപ്പായത്. ടോക്കിയോ മാത്രമാണ് വൈപ്പായത്. WSന് സപ്പോർട്ടിന് വരാൻ ആരുമില്ലേ? WS അങ്ങോട്ട് വിളിച്ചു കൊടുത്തതാണോ? ഓക്കെ, TJ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി അടിക്കാനുള്ള പരിപാടിയാ. ഇറങ്ങുന്നുണ്ട്. ഏതെങ്കിലും ടീം വൈപ്പാവും ഇവിടെ. WS ആണോ TJ ആണോ ഡൗൺ ആവുക? WSൽ ഓൾറെഡി രണ്ടാൾക്കാരുടെ ആർമർ പോയി. ഒരു വീട്ടിൽ നിന്ന് പുറത്തേടി.
ഓക്കെ, അഖിൽ ജോഡ് അവിടെ സെർജിയൻ അടിച്ചിട്ടുണ്ട്. പി കെ എൻ്റെ കത്തല്ലേ അവിടെ ഇതന്നല്ലടാ ഞാൻ ഇവരെ കളി എപ്പോൾ സ്പെക്ക് ചെയ്യുമ്പോഴും ഉണ്ടാവുക ലെഗസി ക്രാഷ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊരു അവസ്ഥ, കറക്റ്റ് ഫൈറ്റ് അടക്കുമ്പോൾ കത്തുന്നത്. എന്തായാലും ലാസ്റ്റ് ടൈം അല്ലല്ലോ, ഭാഗ്യം പെട്ടെന്ന് തിരിച്ചു കയറാൻ പറ്റും. ഈ സെയിം ക്രാഷാണ് എനിക്ക് എല്ലാ പ്രാവശ്യം ഉണ്ടാവാറ്, അറിഞ്ഞൂടെ എന്തുകൊണ്ടാന്ന്. എന്താ മാങ്ങ എയർ ഡ്രോപ്പ് ആരും മൈൻഡ് ആക്കണ പോലില്ലാന്ന്. എല്ലടിയില്ലാണ്ട് പെട്ടെന്ന് കയറുന്നു വിചാരിക്കുന്നു. നാലാമത്തെ പ്രാവശ്യം ആക്ച്വലി ഞാൻ കത്തുന്നത്. ഇപ്പം എൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നില്ല. അന്ന് മറ്റേ പുള്ളിയും കത്തായിരുന്നു. ലൈവ് ഇടുന്ന വേറൊരു പുള്ളിയുണ്ട് ഹിന്ദിയിൽ, ഇന്നില്ല ബട്ട് ഉണ്ടായിരുന്നു പുള്ളിയും കത്തിയെന്ന് സെയിം രീതിയിൽ. ഉണ്ടായിരുന്നു. SGWD 27XN റൊസാരിയോ ബോബ് സിയർ ഇവരൊന്നും ഫോളോ ചെയ്തിട്ടൊരു ചാറ്റ് ഇട്ടില്ല. വെരി ബാഡ്. ഓക്കെ വി ആർ ബാക്ക്. അതാരൊക്കെ അടി, മറ്റേതാര ഡൗണായി. ഓക്കെ ഇവിടെ ടി ജി മാസമായിട്ട് അടിയായോ? കറക്റ്റ് ടൈമിലേ വന്നു. മാസം ഒരാൾ ഓൾറെഡി ഡൗൺ ആയിട്ടുണ്ട്. മാസം രണ്ടാമത്തെ ആൾ ഡൗൺ. വിജി ആരും ഡൗൺ ആയിട്ടില്ല. മാസ് രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ. ഐ തിങ്ക് അവരും കൂടെ ഡൗൺ ആയാൽ വൈപ്പാവും. വൈപ്പായി. യെസ് ഓക്കെ, അവിടെ മാസം വൈപ്പായിട്ടുണ്ട്. WSന്റെ എന്തായി? WSനെ അവർ അടിച്ചിട്ടായിരുന്നു. WSനെയും കാണുന്നില്ല. WSനെയും ടി ജിയെ വൈപ്പാക്കി. ടി ജി ഒക്കെ ഇപ്പോൾ എത്ര കില്ലുണ്ട്? ടി ജി ഒക്കെ 8 കില്ലുണ്ട്. 2 ടീമിനെ ഫുള്ളി അങ്ങ് വൈപ്പാക്കി. ആ 8 കില്ലും ടി ജി ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. മിക്കുവിനെ വളഞ്ഞല്ലോ. ഒരുങ്ങി ഇല്ല.
ഹെൽത്ത് ഇല്ല, കുറവാണ്. പുള്ളി ആർമറൊക്കെ അടിച്ചതിൻ്റെ ഇടക്ക്. WS ഡൗൺ ആയി. WS ഓൾ ഡൗൺ ആയി. മിക്കോ ഡൗൺ ആയി. ഓക്കെ. മിക്കുവിന് DC തന്നെ അടിച്ചിട്ടുണ്ട്. കറന്റ് വേറെ ആരും ഡൗൺ ആയിട്ടില്ല. 61 ലൈവ് ഉണ്ട് ഇനി ബാക്കി. മിക്കോണ് 3 ടീം അങ്ങാണ്ട് വൈപ്പായി എന്നാണ്. മിക്കുവിനെ ഫിനിഷാക്കി. അഡ്മി അഡ്മി വേണിയത്ത്. അണ്ണോണ് മാറ്റിയിട്ട് /K തന്നെ ആക്കിയല്ലേ. S7 ഉണ്ട് ഇവിടെ. S7ൻ്റെ തൊട്ടപ്പുറത്താരും ഉണ്ട്. BWL GTR ആണോ അത്? 777-ഉം DCN അടിയായി. DCN ഗ്രേ ഇവിടെ പെട്ട് അവരെന്നെ രക്ഷിച്ചു കൊടുത്ത് വീണ്ടും പെട്ട് ഇറങ്ങി. ഓക്കെ. 777 ജീവൻ അടിച്ചു റെഡ് ഇറങ്ങിയിട്ട് നേരെ. അവിടുന്ന് ബോബി വന്ന്, ബ്രൗൺ വന്ന്, 777 നറൂട്ടോ ഡൗൺ, തലപതി ഡൗൺ. 777 3 പേര് ഡൗൺ ആയി ഇവിടെ. ഫിനിഷും ആക്കി. ഒരാളെ മാറ്റിയെടുത്തിട്ടുണ്ട് റീകോളിന്. എടാ അവിടുന്ന് ബോംബേറ് മോളിൽ നിന്നിട്ട് BWL. ഇവിടെ OD വേഴ്സസ് KLPD. ഓൾറെഡി ഒരാൾ ഡൗൺ ആയി. KLPD അവിടെ ജോസുട്ടി സീമിത്ത് ആരോ അടിച്ച്. ഓക്കെ. ആര്യൻ സ്റ്റേഷനറി ഡൗൺ ഈ വണ്ടിക്കകത്ത്. ഇവിടെ ബ്രയാൻ ഉണ്ട്. ഇനി ഒരാൾ നൈസായിട്ട് വലിഞ്ഞ് ഇവിടുന്ന്. വേറെ ഏതോ ടീം വന്നല്ലോ. KD തേർഡ് പാർട്ടി. സീമിത്ത് ആരോ ചേസ് ചെയ്യുവാണല്ലോ. ഓക്കെ. സ്വയമത്തെ ഒരാളിവിടെ ഒനി അടിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഒറ്റക്ക് പോയി എങ്ങനെ ഇവിടെ കയറി കൊടുക്കുന്ന. SPD ഇല്ല. SPD ആക്ച്വലി എനിക്ക് തോന്നുന്നു പുറത്തായിരുന്നോ. അതിനെന്തോ SPD ആക്ച്വലി എന്തോ ആയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. അത് അവർ പറയും. SPD തന്നെയാണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഏതോ ഒരു ടീം പുറത്ത് പോയിട്ടുണ്ട്. എന്തായാലും എന്തോ ഇഷ്യൂവിൻ്റെ പേരിൽ.
അതുകൊണ്ടായിരുന്നു ആക്ച്വലി ഗ്രൂപ്പ് സീൻ്റെ റീമാച്ച് ഇന്നലെ ഉണ്ടായിരുന്നത്. അതിൻ്റെ കറക്റ്റ് എനിക്കല്ല ഐഡിയ ഇല്ല, അത് അവരെന്നെ പറയും. രണ്ട് സ്ഥലത്ത് ഒരുമിച്ചടി. ഓഡി വേഴ്സസ് KD. ഓ എനിമൽ ഡൗൺ ആയി. ഇല്ല 1 HP രക്ഷപ്പെട്ട്. എടാ ഒരാളിതൊന്നും അറിയാണ്ട് വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. KD യാക്സി എനിമൽ പെട്ട് അവിടെ വണ്ടി കുടുങ്ങി പറഞ്ഞേ. എവിടെ കയറി വരുന്നുണ്ട് വളഞ്ഞ്. അയ്യോ സ്കിന്നൊക്കെ അടിച്ചു ഓടി. കറയും കളിക്കുന്ന ആർമറൊക്കെ അടിച്ച് ഫുൾ സെറ്റായി. അയ്യോ ഒരു മുമ്പിലോട്ട് തന്നെ കയറി. ഓക്കെ KD എലിമിനേറ്റ് ആയിട്ടുണ്ട്. മറ്റേ പുള്ളി കത്തിപ്പോയെന്നാണ് വണ്ടിക്കകത്തുണ്ടായിരുന്നത്. ഇനി തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ കത്തി അവിടെ DC തന്നെ അടിയായിട്ടുണ്ട്. DCനത്തെ 2 പേര് ഡൗൺ. TGA ജോസുട്ടി ഡൗൺ ആയിട്ടുണ്ട്. നോക്കാം. എടാ വണ്ടി പൊട്ടിത്തെറിച്ചിട്ട് ഒരാൾ ഡൗണായി. 2v2 ആണ്. ഓക്കെ 1v2. പുള്ളി രക്ഷപ്പെട്ടു എങ്ങനെ? ജോഡക്സ് PK 2 പിക്ക് എടുക്കുമോ അതോ അവർ ജോഡക്സ് PKനെ എടുക്കുമോ? അയ്യോ ബ്രൗൺ 1 HP. ഡൗണായി. ഓക്കെ TG എലിമിനേറ്റ് ആയിട്ടുണ്ട്. TG എത്ര വീക്ക് ഉണ്ടായിരുന്നത്? 11 വീക്ക് ഉണ്ടായിരുന്നു TGക്ക്. TCN 12 വീക്കായി. 2 ഏറ്റവും കൂടുതൽ കില്ലുള്ള ടീമായിരുന്നല്ലേ ഫൈറ്റ് ആയത്. അവിടെ ഒനിയും റെഡ് എക്സും ഫൈറ്റായി തന്നെയല്ലേ? അല്ല വേറെ 2 ടീം. ഓക്കെ റെഡ് എക്സ് വൈപ്പായിട്ടുണ്ട്. റെഡ് എക്സിനെ ഒനി വൈപ്പാക്കി. ESP ഇവിടെ അറിവ് അടിച്ച് TPN സോൺ അങ്ങോട്ടാ. എല്ലാവർക്കും സോണിലോട്ട് കയറണം മിക്ക ആൾക്കാർക്കും. ഇവിടെ BWL S7 ആണ്. ആര് കൂടുതൽ ഡൗൺ? ആട്ട് വെള്ളത്തേക്ക് ഒറ്റയിടി വണ്ടി എടുത്ത് പോകാൻ. വണ്ടി വെള്ളത്തിൽ മുങ്ങില്ലേ? രക്ഷപ്പെട്ടത്. S7 ആൾക്കാർ ഇവിടെ റവ് എടുക്കുന്നു. എടാ ഇടിക്കുന്നത്.
ആ കൊണ്ടുപോയി. ഇല്ല, സെയിം ടീമായിരുന്നു. എടാ മയക്കണം ഡൗണാന്ന് തോന്നണ. കണ്ണൻ കുരുങ്ങിയോടെ ഡൗണായി. ബെയിലിട്ടിട്ടുണ്ടാക്കില്ല. വേറെ ഉള്ളതല്ലോ. എന്റെ പൊന്നെ, അവൻ വെറുതെ ഒരു ബോംബിട്ടച്ചാണ്. അതിലോട്ട് വന്ന് വണ്ടി കയറി. ജീവ് ഡൗൺ. അടുത്ത വണ്ടിക്ക് തീയും പിടിച്ച്. ആ സ്വന്തമായിട്ടും. ഓക്കെ, DW വൈപ്പല്ല, ആളുണ്ട്. വേറെ എവിടെയാണ്. CM KLPD അവിടെ ചേസ്. OD വേഴ്സസ് DCL. സ്വന്തം ടീം വന്നിട്ട് ഇടിച്ച് കളഞ്ഞവനെ പുറത്തോട്ട്. ഓക്കെ, ഡിസിൻ ബ്രൗൺ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഫിനിഷും ആക്കിയവർ. ഔക്രോവൽ മൊത്തം റെഡാണല്ലോ ഇത്. Triple 7 വേഴ്സസ് PRX. കൊണ്ടുപോയി അവനെ. അടുത്താളെയും കൊണ്ടുപോയി. ഓക്കെ, ഡൗൺ ആയി. PRX JD അല്ല ടൈറന്റ് 777 JD ഡൗൺ ആക്കിയിട്ടുണ്ട്. എടാ വണ്ടിയും കൊണ്ടുതറ പോണ. ഡ്രൈവർ വണ്ടിന്ന് ചാടിറങ്ങി. കോഡ്രൈവർ അത് ഉരുണ്ടോണ്ട് പോണ്. കിടത്തി അടുത്ത വണ്ടി പോണ്. ഇത് ഞാൻ വരുന്നവൻ്റെ തിരക്കുഴോ. നെറൂട്ടോ ജീവൻ. ഓക്കെ, ജീവനും ഡൗൺ ആയി. ബട്ട് ഇവർക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ വേറെ ആരോ വന്ന്. BWL വന്ന്. GenX വന്നു. ഇവിടെ വേറെ 2 ടീം വന്നിട്ടുണ്ട്. നറൂട്ടോ ആരെയും സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെന്താ ഇവിടെ? ഒനി GenX BWL അവിടെ PRX. ഓക്കെ, ഹെക്സ് ഡൗൺ. ഓക്കെ, BWL ലാസ്റ്റ് മാനായിരുന്നു അത്. BWL അങ്ങനെ വൈപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒനി വേഴ്സസ് GenX ആവും. GenX ഫസ്റ്റ് ഫൈറ്റിൽ നിന്ന് 1 HP കൊണ്ടൊരാൾ പോയതാ. വെറുതെ ബോംബ് എറിഞ്ഞ് വെച്ചിട്ട് പോയേട്ടാ. റോട്ടിലൊക്കെ ഓരോ ബോംബ് ഇട്ട് വെച്ചിട്ട് പോവാ.
ഏതൊരു വണ്ടി വന്ന് അതിലോട്ട് കയറും. സോൺ അത്യാവശ്യം ചെറുതായിട്ടുണ്ട്. ഏറെക്കുറെ ഇപ്പം തീരും. ഇനി കൂടിപ്പോയാലൊരു 10 മിനിറ്റ് ഉള്ളിൽ മാച്ച് ഫുള്ളി തീരും. ജെനക്സിൻ്റെ ഒരു വണ്ടി പെട്ട് അതിൽ 2 ആൾക്കാരുണ്ട്. ഒരാൾ ഡൗണായി. സോണും വന്ന്. ഓ സോണിൻ്റെ എൻ്റെ ആയിരുന്നല്ല, അത് കറക്റ്റ് സോണായിരുന്നു. ജെനക്സ് റൈസത്ത് അപ്പുറത്ത് വേറെ കില്ലെടുക്കുന്നുണ്ടാ? ആ ഇതന്നെയാണത്. IGXും ജെൻഎക്സും എല്ലാം കൂടി കൺഫ്യൂഷനായി. 2 ആൾക്കാർ തോന്നോട്ടിലോട്ട് പോയി. 3 ആളാ. അവിടെ വേറെ ടീമാണല്ലോ. 777 എലിമിനേറ്റ് ആയി. 777 ഒരാൾ മാത്രം പുറത്തെങ്ങാൻ ഉണ്ടായിരുന്നു. എനിക്ക് റീകോളിൽ പോയി പുള്ളി അവിടുന്ന് ഡൗൺ ആയി തോന്നുന്നു. സോൺ ഔട്ടിൽ നിന്ന് ഡൗൺ ആയതാ. കിൽഫീഡൊന്നും കണ്ടില്ല. ഇനി കൗണ്ട് നോക്കുവാണെങ്കിൽ CM 4 അത് നോക്കണ്ട ശരിക്കും. അതിൽ കൗണ്ട് കറക്റ്റല്ല നല്ല സ്പെക്ക് ചെയ്യുന്നവരും കാണിക്കുന്നതാണ്. IGX ഒരാൾ സപ്പോർട്ടിന് വരുന്നുണ്ട്. ഒനി ഫ്ലാക്ക് ഡൗൺ. PRX മുകളിലിറങ്ങി സപ്പോർട്ടിന് വരുന്നുണ്ട്. നോക്കാണ് ആക്ച്വലി. ഓ അത് ഒനിയായിരുന്നു. എനിക്ക് ടീമുകൾ കൺഫ്യൂഷനാവുന്നു. ഇനി PRXനെ ഞാൻ ഇപ്പോൾ ടീമാക്കിയത്. അയ്യോ സോണ് എല്ലാവർക്കും പണിയാവും. അത്യാവശ്യത്ത് പോകുന്നുണ്ട്. എനിക്ക് GTR വൈപ്പായി. CM അടിച്ചത്. കുറേ പേര് സോണോട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട് ഈ റൗണ്ടിൽ, അല്ല ഈ സോണിൽ. എവിടെ സ്പെക്ക് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഒനി തക്ഷു IGX അപ്പോളോ ജോഡിനെ അടിച്ചിട്ടുണ്ട്. കുഴിപ്പെട്ട പെട്ടെടുക്കാണോ? SOM വൈപ്പായി. അവിടെ വൈപ്പല്ല, 2 ആൾ ഡൗണായി. SOM ഓടി. ബാക്കി SOMൽ 2 ആൾക്കാരാണ് തോന്നുന്നത്. ഞാടാ 2 എണ്ണത്തിനും ഇടിച്ചവനാ ചാട്ടത്തിൽ വീണവനടിക്കുന്ന. ESP വന്ന് ദേ വീണ്ടും അവനടിച്ചിട്ട്. സോണും വന്ന്. ഓക്കെ SOM എലിമിനേറ്റ് ആയി. ചെറോ സോണിൽ നിൽക്കുന്ന എല്ലാവരും ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, വണ്ടിയില്ലാത്തവർ. റൈസത്ത് ലാസ്റ്റ് മാനാന്ന് തോന്നുന്നത് ജെനക്സിലെ. ജെനക്സ് വൈപ്പായി. അവിടുന്ന് എല്ലാവരും ഓടിക്കേറി വരുന്നുണ്ട്. നല്ല രീതിയിൽ ഹെൽത്ത് പോകുന്നുണ്ട്. ESP വൈഫൈ അടിച്ചിട്ട്. ടീം 4 പേരൊരു വണ്ടിക്കകത്തുണ്ട്. 4 പേരും ബാക്കിയുണ്ട്. PRX S7 ഫൈറ്റായി. ആണോ? CM അവിടെ നൈസായിട്ട് ബാക്കിൽ വന്ന് കുത്തിച്ച് നല്ലൊരു കവറുള്ള സ്ഥലത്ത്. അവിടുന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നോ? ഓൾറെഡി ഫൈറ്റ് നടക്കുന്നവരെ ബാക്കിലോട്ട് വന്ന്. അവിടെ ആണെങ്കിൽ അവർ കറങ്ങിക്കൊണ്ടിരിക്കുക.
ആരൊക്കെയാടാ ചാവുന്നേ? ERX ഒരാളവിടെ ഹൈഡായിട്ടിരിക്കുന്നുണ്ട്. ALPD ഇങ്ങോട്ട് പുഷ് ചെയ്തു. ഇടിച്ചിടാൻ നോക്കും. S7 വൈപ്പാവാൻ ചാൻസ് ഉണ്ട്. വൈപ്പായിട്ടില്ല. ഒരാളിവിടെ ഉണ്ട്. ബെയില് പുള്ളി സോണോട്ടാണ്. ഓ കറക്റ്റ്. അടുത്തത് CM ESPനെ പുഷ് ചെയ്ത് പോകുന്നുണ്ട്. ESP ലാസ്റ്റ് മാനാണോ? ഓക്കെ, ESP ലാസ്റ്റ് മാനായിരുന്നു. ESP വൈപ്പായി. ഇനി ഇതിൻ്റെ അകത്ത് 10 ഗ്യാങ്ങോ? അല്ല 10 അല്ല, 6 ഗ്യാങ് കഴിഞ്ഞ് ബാക്കിയുള്ളത്. ഓടി ഗോളു 1 HP. ആരുള്ളത്? ഓ ഇനി എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനി PRX അവിടെ കണ്ടുമുട്ടി. രണ്ടാൾക്കാരും കവർ എടുത്തിരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. PRX ലാസ്റ്റ് വാനാണ്. ഒനി ലാസ്റ്റ് വാനാണെന്ന് തോന്നുന്നു. എടാ ഒരുമാതിരി ഉൾമരങ്ങളും കാടും ഓടി വൈപ്പായി. മരത്തിനിടയിൽ കൂടെ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ലാന്നേ. PRX നൈസായിട്ട് ഇങ്ങോട്ട് കയറി. LPD ആര്യാൻ ഡിക്ഷണറി ഡൗൺ ആയി തരുന്നല്ലേ പുള്ളി നേരത്തെ. ഇതിപ്പോൾ റീകോളായി. CM 4 പേരും ബാക്കിയുണ്ട്. അവിടെ ഒനി PRX അടിയായി. ഒനി 2 പേര് ബാക്കിയുണ്ട്. അവർക്ക് സോൺ വന്ന്. S7 ഒരാളുണ്ട് അവിടെ. 7 ആ സൈഡിൽ കൂടെ നൈസായിട്ട് തോണി കയറായിരുന്നല്ലോ. S7 ലാസ്റ്റ് മാനാന്ന് തോന്നുന്നത്. ഒനി എലിമിനേറ്റായി. ഓക്കെ, അങ്ങനെ സെമി ഫൈനൽ സെക്കൻഡ് റൗണ്ട്, അതായത് ഗ്രൂപ്പ് C വേഴ്സസ് D മാച്ചിൽ ജയിച്ചിരിക്കുന്നത് CM ആണ്. CMന് 15 കില്ലുണ്ട്. CMന് ഒനിക്ക് 11 കില്ല്. S7 ആണ് സെക്കൻഡ് പൊസിഷൻ. S7ന് 7 കില്ലുണ്ട്. ആരും ഇറങ്ങിപ്പോയി. പുള്ളിയുടെ കില്ല് കൗണ്ട് കുറഞ്ഞ്. ഓക്കെ, അപ്പോൾ GG. സെക്കൻഡ് മാച്ച് CM കൊണ്ടുപോയിട്ടുണ്ട്.